ഇന്ന് ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ പോകുന്നത് ഒരു സീ ഫുഡ് മാർക്കറ്റിലോട്ടാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഉണക്ക മീനിൻ്റെ മണം. ഇതാണ് ഇവിടുത്തെ സീ ഫുഡ് മാർക്കറ്റ്. ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട്. ഇവിടെ ജീവനോടെ നല്ല ഫ്രഷ് ആയിട്ടാണ് എല്ലാ സാധനങ്ങളും വിൽക്കണത്. സീ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഓടി വന്നത് മീനുകളാണ്. പക്ഷേ ഇവിടെ വിൽക്കുന്നത് കൂടുതലും കാണാത്തതും കേൾക്കാത്തതുമായ വേറെ കുറേ കടൽ ജീവികളാണ്. 10 വർഷം ചൈനയിൽ ജീവിച്ച കാരണം ഇതെല്ലാം മിക്കതും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കും അറിയില്ല. ഇതെന്തോ നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മീനുകളാണ്. ഇതെല്ലാം ഉപ്പിട്ട വെള്ളമാണ്. അത് കാരണമാണ് ഇതൊക്കെ ജീവനോടെ എങ്ങനെ ഇരിക്കണേ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ചിന്നുയുടെ ഫേവറേറ്റ് ആണ് സീ ഫുഡ്. കേരളത്തിൽ വന്ന് കഴിച്ച ഭക്ഷണത്തിലും ചിന്നുവിന് സീ ഫുഡായിരുന്നു പ്രിയം. കുറച്ച് ചെമ്മീനും പിന്നെ ഈ സാധനം എടുക്കണ്ട്. ഇതിനെ ഇംഗ്ലീഷിൽ മാന്റിസ് ഷ്രിംപ് എന്നാണ് പറയണേ. മലയാളത്തിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ചൈനയിലെ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. എല്ലാം കൂടി ആയത് 250 RMB ആണ്. പൊതുവെ ചൈനയിൽ സീ ഫുഡിന് ഭയങ്കര വിലയാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പലതും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. പോണ വഴിക്ക് കണ്ടതാണ് ആമയുടെ സൈസിലുള്ള ഞണ്ടുകൾ. ഇത് ഒരെണ്ണത്തിന് തന്നെ 1000 തൊട്ട് 2000 RMB ആവും. ഇനി ഞങ്ങൾ ഇത് കുക്ക് ചെയ്യാൻ ഒരു കട നോക്കി നടക്കാം. ഈ സീ ഫുഡ് മാർക്കറ്റിന് ചേർന്ന് തന്നെ ഇഷ്ടംപോലെ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ അതിൽ ഒരെണ്ണത്തിൽ കയറി സാധനങ്ങളെല്ലാം കൊടുത്തു. ഇനി മെനു നോക്കി ഏത് സ്റ്റൈലിലാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ചൈനയിലെ ആൾക്കാർക്ക് സീ ഫുഡ് ഒറിജിനൽ ഫ്ലേവറിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇത് കാണുന്ന നമ്മുടെ നാട്ടുകാർക്ക് ഇത് ബോധിച്ചില്ല എന്ന് വരാം. മിക്കതും കുക്ക് ചെയ്യുന്നത് തിളപ്പിച്ചാണ്, ഒന്നും ഫ്രൈ ചെയ്യാറില്ല. മസാല ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്താൽ മസാലയുടെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ ഫ്ലേവർ മാസ്ക് ആയി പോവും. ചൈനയിൽ മാത്രമല്ല, ജപ്പാനിലായാലും കൊറിയയിലായാലും പല വെസ്റ്റേൺ കൺട്രീസിലായാലും സീ ഫുഡ് കഴിക്കുന്നത് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാണ്. ഇവിടെ ലൈറ്റ് ഫ്ലേവറിലുള്ള സോസ് അല്ലെങ്കിൽ വിനേഗറിലാണ് മുക്കി കഴിക്കുന്നത്. പിന്നെ ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ തന്നെ തൊലി പൊളിച്ച് കഴിക്കണം. തുടക്കത്തിൽ എനിക്കും ഇങ്ങനെ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതും ഇഷ്ടമാണ്. കുറ്റമൊന്നും പറയാനില്ല. പിന്നെ കുറേ പേര് സീ ഫുഡിൻ്റെ കൂടെ മുട്ട കഴിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് മുട്ടയും സീ ഫുഡ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ്. ഈ മുട്ടയുടെ കൂടെ ആ ചെറിയ വെള്ളമീനുണ്ട്. എല്ലാം നല്ല ഫ്രഷ് സാധനം ആയതുകൊണ്ട് എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒറിജിനൽ ടേസ്റ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പിന്നെ സീ ഫുഡ് കുക്ക് ചെയ്യാൻ വലിയ കഴിവൊന്നും വേണ്ട. ഇതാണ് കടൽ ഒച്ച്. ഇതിന്റെ മീറ്റ് പുറത്തെടുക്കാൻ ഒരു പ്രത്യേകം കഴിവ് വേണം. ഇതുപോലെ നീണ്ടൊരു ടൂത്ത് പിക്ക് വേണം. കുത്തി മീറ്റ് പുറത്തേക്ക് എടുത്ത ശേഷം അതിന്റെ അറ്റത്തെ ഭാഗം മുറിച്ച് കളയണം. ബാക്കിയുള്ളത് നമുക്ക് തിന്നാം. പിന്നെ ചൈനയിൽ അരമണിക്കൂറിന്റെ ഭക്ഷണം കഴിച്ച് പോവാന്ന് വിചാരിക്കരുത്. ഇത് ഓരോന്നിങ്ങനെ പൊളിച്ചും തൊലിച്ചും തിന്ന് കഴിയുമ്പോഴേക്കും സമയം ഏകദേശം 1.5 മണിക്കൂറാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു മെയിൻ എന്റർടൈൻമെന്റ്. ദാ ഇവനെ കണ്ടില്ലേ, മാന്റിസ് ഷ്രിംപ് മൊത്തത്തിൽ തൊലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കണം. ഇതാണ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കണം. അവനെ കണ്ട് ചിന്നുവും ട്രൈ ചെയ്തു. യാങ്കന്റെ അത്രയും എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തു എന്നാ തോന്നണേ. ഞാൻ എന്തിനും മാറി നിൽക്കണം, ഞാനും ട്രൈ ചെയ്തു. പക്ഷെ യാങ്കന്റെ ഏലയക്കത്ത് പോലും എത്തിയില്ല. ഇതിങ്ങനെ കഴിക്കാൻ എളുപ്പമെന്ന് തോന്നിയാലും അതിന്റെ തൊലി പൊളിച്ച വേദന ഞാൻ മറന്നിട്ടില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കണമെന്ന് സംശയമുള്ളവർക്ക് ഈ ചാനലിന്റെ പേര് ഒന്നും കൂടി വായിക്കാം.